മേഘ സി പി എമ്മിൻ്റെ മുഖമായ പിണറായി വിജയനെതിരെയും എം വി ഗോവിന്ദനെതിരെയും പുതിയൊരു ചേരി പുറപ്പെട്ടിരിക്കുകയാണ്. എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പുതിയ ഒരു വിഭാഗം മുളച്ചിരിക്കുന്നത്. ഇലക്ഷന് ശേഷം ഈ ഒരു വലിയ പരാജയം ഉണ്ടായല്ലോ സി പി എമ്മിൽ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണ ഹേതുക്കൾ പിണറായി വിജയനും എം വി ഗോവിന്ദനുമായിരുന്നു എന്ന് തുടക്കം മുതലേ പറയുന്ന പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ അവരുടേതായിട്ടുള്ള ഈ ഒരു പ്രതികരണങ്ങളൊന്നും കാര്യമായ അലയടിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രണ്ട് വിഭാഗമായി ചേരിതിരിഞ്ഞിരിക്കുകയാണ് സി പി എം. ഇനിയിപ്പോൾ സി പി എമ്മിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എം എ ബേബിയുടെ നേതൃത്വത്തിലല്ല, എം എ ബേബി അറിയുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടെ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർട്ടിയുടെ പതനത്തിന്റെ മൂലകാരണം ആരംഭിക്കുന്നത് എം വി ഗോവിന്ദനിൽ നിന്നും പിണറായി വിജയൻ സഖാവിൽ നിന്നുമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ തിരുത്തലുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികളാണ് അവരെന്ന് ഒരു ധാരണ അവർക്ക് തന്നെയുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമുണ്ടാകുന്നു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ പതനത്തിന് കാരണമായത് പിണറായി വിരുദ്ധതയായിരുന്നു. ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധത എന്നുള്ളൊരു ഫാക്ടറുടെ അലയടിച്ചു നിന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പോലും തിരുത്തലുകൾക്ക് വിധേയനായിട്ടില്ല പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ മുഖമായി എം വി ഗോവിന്ദൻ തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ വിള്ളൽ വരാനുണ്ടായതിന്റെ വലിയ കാരണം എന്ന് പറയുന്നത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വമാണ്. എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷം അവർ തന്നെ ന്യായീകരിക്കുകയാണ്. എം വി ഗോവിന്ദൻ തന്നെ പറയുകയാണ്, എനിക്കും മുന്നേ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് എൻ്റെ ഭാര്യ, മത്സരിക്കാൻ യോഗ്യയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. പക്ഷേ ഈ തളിപ്പറമ്പുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ മേഖലകളുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഖാക്കൾക്കുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇതല്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സഖാവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, തളിപ്പറമ്പിൽ ഞങ്ങൾക്ക് തെറ്റി. ഈ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ പ്രഖ്യാപനം നടന്നു, പ്രചാരണം ആരംഭിച്ചു, ഇനി എങ്ങനെ മാറ്റും? പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നിപ്പോകില്ല. ഇനി തിരുത്തുകയാണെങ്കിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നുള്ളൊരു നറേറ്റീവ് കേരളത്തിൽ മൊത്തം ഉണ്ടാകും. ഇപ്പോൾ 140 മണ്ഡലങ്ങളെയും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തെറ്റ് തിരുത്താത്തതെന്നാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എം വി ഗോവിന്ദന് പോലും മനസ്സിലായി പി കെ ശ്യാമളയെ മത്സരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു, അത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പൊ മറ്റ് പാർട്ടികൾക്ക് ഇതൊരു വിഷയമേ അല്ല. ലൈക്ക് ഇതിനെ ഒരു പ്രചാരണ ആയുധമാക്കി അല്ലെങ്കിൽ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ മാത്രമേ മറ്റു പാർട്ടികൾ നോക്കുകയുള്ളൂ. പക്ഷെ സി പി എമ്മിനുള്ളിൽ ഇത് വലിയൊരു പ്രശ്നമാകുകയും അതുതന്നെയാണ് ആ മേഖലകളിൽ തളിപ്പറമ്പും ചുറ്റും കിടക്കുന്ന പല മണ്ഡലങ്ങളിലും വോട്ട് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് അംഗീകരിക്കാൻ പോലും കഴിയാത്തൊരു നേതൃത്വം, പിണറായി വിജയനും എം വി ഗോവിന്ദനും അടങ്ങുന്ന ഒരു കോക്കസ് ഗ്രൂപ്പ് പാർട്ടിയെ നശിപ്പിക്കുന്നുവെന്ന് എല്ലാ സമ്മേളനങ്ങളിലും വിമർശനമുണ്ടായില്ലേ? കേരളത്തിന്റെ 14 ജില്ലകളിലും ഉണ്ടായ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഇത് തന്നെയാണ് മാറിയും തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ നാളെ കാസർഗോഡ് നിന്ന് പറയുകയാണ്. ഇവർക്കെല്ലാം പറയാനുള്ളത് ഒരേ കാര്യമാണ്, പിണറായി വിജയൻ മാറി നിന്നിരുന്നുവെങ്കിൽ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാമായിരുന്നു എന്നുള്ള കാര്യമാണ്. വീണ്ടും ഒരു തുടർഭരണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പുതുചേരി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൽ സംശയമൊന്നും തോന്നാനില്ല. ഇപ്പൊ നമ്മൾ സഭയിലെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും KN ബാലോപാൽ അടക്കമുള്ള MLA മാർക്ക് പിണറായി വിജയനോട് ഒരു അമർഷമുള്ളതായ ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നില്ലേ? അത് ചിലപ്പോൾ ഇടയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണെന്ന് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ എന്തോ ഒരു അമർഷം അവിടെ ഉള്ളതായി തോന്നുന്നുണ്ട്. ഇപ്പൊ പല നേതാക്കളും പാർട്ടി വിട്ടു, കുറെ പേർക്ക് ഒഴിഞ്ഞു പോയി, CPM വോട്ടുകൾ തന്നെ ചോർന്നു പോയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെയൊന്നും ഒരു തരത്തിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് M സ്വരാജ് അടക്കമുള്ള നേതാക്കൾ ഈ പറഞ്ഞ എതിർചേരിയുടെ മുൻപന്തിയിൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ M സ്വരാജ് എന്ന നേതാവിനെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമൊന്നുമല്ല ഉള്ളത്. അദ്ദേഹം ഒട്ടും ജനപ്രിയനല്ലാത്ത, ജനങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത, ജനങ്ങളോട് സംവദിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു പുസ്തകപ്പുഴു എന്നുള്ള ലെവലിൽ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ പി രാജീവ് അല്ലേ നിയമസഭയിൽ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ആ ലൈൻ പിടിക്കുന്ന ആളാണ് M സ്വരാജ്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ പിണറായി വിജയൻ അല്ലെങ്കിൽ M വി ഗോവിന്ദൻ ഏറ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രാഷ്ട്രീയത്തിന്റെ മുഖം എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയാണ്.
കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്ഥിരമായി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മാനറിസംസ്, രീതികൾ നമ്മുടെ രീതിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ നേതാക്കൾക്കും ഈ ധാർഷ്ട്യം ഉണ്ടാകും. അപ്പോൾ MA ബേബിയെ പോലുള്ള ഈ പറഞ്ഞ സൗമ്യ രീതിയിൽ പോകുന്ന നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ഉത്കണ്ഠ ഉണ്ടാകും, എന്താണ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരെ നേതൃമാറ്റത്തിലൂടെ മാറ്റാൻ, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും അവരെ മാറ്റാൻ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ അറിയില്ല. പാർട്ടിക്ക് പോലും ഉറപ്പുള്ള കാര്യങ്ങളല്ല അവർ നേതൃമാറ്റത്തിന് തയ്യാറാകുമെന്ന്. അപ്പോൾ പുതുചേരി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചതായിരിക്കാം. അപ്പോൾ ഒരു CPM-ൽ ഉടനെ ഒരു പിളർപ്പുണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ CPM എന്ന പാർട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നല്ലതായിരുന്നു. തൊഴിലാളി വർഗ പാർട്ടി ആയിരുന്നപ്പോൾ നല്ലതായിരുന്നു. ഒരു 10 വർഷം മുൻപ് ഈ പറഞ്ഞ SFI നേതാക്കൾക്കിടയിൽ കുറച്ചെങ്കിലും കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. SFIയുടെ കാര്യമാണ് പറയുന്നത്. CPM-ന്റെ കാര്യമാണെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം, ഞങ്ങൾ ജനങ്ങളെ സേവിക്കുന്നവരാണ് എന്നുള്ളൊരു തോട്ട് CPM-ലെ വ്യക്തികൾക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ തോട്ടല്ല അവരെ ഡ്രൈവ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ധാർഷ്ട്യത്തിന്റെ മുഖമാകുന്നു, കുറെ പണം ഒഴുകുന്നു, പല കാര്യങ്ങൾ ഈ പറഞ്ഞ സ്വജന പക്ഷപാതം കാണിക്കുന്നു. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് വരുമ്പോൾ CPM പിളർപ്പിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. CPIക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല, അതുപോലെ തന്നെ മറ്റു ഘടകകക്ഷികളെ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. CPM എന്ന പാർട്ടി നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അവരുടെ ആശയങ്ങളോടോ അവരുടെ ഭരണ രീതികളോടോ പ്രവർത്തന രീതികളോടോ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും CPM എന്ന പാർട്ടി നശിച്ചു പോകരുത്, അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കണമെങ്കിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ മൺമറഞ്ഞിട്ടും അജയ്യരായി തുടരുന്ന, അല്ലെങ്കിൽ മരണമില്ലാത്ത ചിരഞ്ജീവികളായി തുടരുന്ന 1-2 നേതാക്കളുണ്ടായിരുന്നു CPM-ൽ. അതായത് VS അച്യുതാനന്ദൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു CPM എന്നുള്ള പാർട്ടിയെ തകർക്കാനോ അല്ലെങ്കിൽ അതിലൊരു വിള്ളൽ വീഴ്ത്താനോ മുൻകാലങ്ങളിൽ ശ്രമിച്ചിരുന്നവരെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു ചെറിയ തീപ്പൊരി കൊണ്ട് CPM-ൽ ഒരു കാട്ടുതീ പടരുന്ന രീതിയിലാണ് ഇപ്പോൾ CPM-ന്റെ ആ ഒരു പോക്ക് പോകുന്നത്. ഒരു പ്ലീനം വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റിലാക്കണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വന്നെങ്കിലും അതിൽ പ്ലീനം വേണ്ട, ഒരു ഓഗസ്റ്റിൽ കൂടുന്ന ഒരു ജില്ലാ അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമാക്കി നേതൃമാറ്റം വേണമെങ്കിൽ നേതൃമാറ്റം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും നേതൃമാറ്റം എന്ന ഈ അണികളുടെ ആവശ്യം ഒരു കാരണവശാലും പിണറായി വിജയനും MV ഗോവിന്ദനും അംഗീകരിക്കുന്നില്ല. ഈ അംഗീകരിക്കാൻ ഇവരുടെ ഒരു പിടിവാശിയിലാണ് CPM ഈ ഒരു പടുകുഴിയിലേക്ക് കുത്തുന്നത്. അതെ, ഈ വലിയ തോൽവിയുടെ കാരണവും അത് തന്നെയാണ്. ഇപ്പോൾ നേതൃമാറ്റം, CPM-ൽ നേതൃമാറ്റം എന്നുള്ള തലക്കെട്ട് നമ്മൾ കുറെ നാളുകളായി കാണുകയാണ്. അപ്പോഴെങ്കിലും അത് സംഭവിച്ചിരുന്നെങ്കിൽ ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ MV ഗോവിന്ദനും പിണറായി വിജയനും ഒന്ന് മയപ്പെട്ടു എന്നിപ്പോൾ പിണറായി വിജയൻ നിയമസഭയിൽ ചിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ രീതികൾക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കുറെ അപാകതകളുണ്ട്, അത് പറഞ്ഞേ തീരൂ. ഇപ്പോൾ CPM കുറെ നാൾ ഡിഫെൻഡ് ചെയ്തിരുന്നു പിണറായി വിജയനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ള നിലയിലൊക്കെ. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ ധാർഷ്ട്യം നിറയുക എന്ന് പറയുമ്പോൾ ഈ പട്ടിക്ക് എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെയാണോ വികസനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ VS അച്യുതാനന്ദനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണനാണെങ്കിലും പാർട്ടിയെ നയിച്ചിരുന്നു. പക്ഷെ അവർ പാർട്ടിയുടെ അവസാന വാക്ക് ഞങ്ങളാണെന്ന് അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ തീരുമാനിക്കുന്നത് നടക്കണം, ഞാൻ വിചാരിക്കുന്ന ആളുകൾ എനിക്ക് ചുറ്റും ഇരിക്കണം, അതിന് പുറത്തേക്ക് എല്ലാവരും പുറത്തേക്ക് പോട്ടെ, എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയുന്ന നിലപാടായിരുന്നു. തനിക്ക് ശേഷം പ്രളയം എന്നതായിരുന്നു പിണറായി വിജയൻ സഖാവിന്റെ ഏറ്റവും വലിയ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ ഒരു നേതൃമാറ്റം ഉണ്ടാകണം. അവരെ തിരുത്താൻ കുറേ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞവരല്ല CPM-കാർ. തിരുത്താൻ തയ്യാറാകാത്ത നേതൃത്വത്തെ മാറ്റാൻ ഉറപ്പായും അവർ തന്നെ മുന്നോട്ട് വരണം. CPM എന്ന പാർട്ടി നിലനിൽക്കുകയും ചെയ്യണം.